ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടപ്പം തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. മധുരക്കിഴങ്ങ് അല്ലെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ എങ്ങനെയാണ് പുഴുങ്ങുന്നതെന്നും അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചട്നിയുമാണ് ഇന്ന് കാണിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. സ്വീറ്റ് പൊട്ടറ്റോ വളരെയധികം ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ്. സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് ഇന്ന് കിട്ടുന്നതിൽ വളരെയധികം ന്യൂട്രീഷ്യൻസും ചിലവ് കുറഞ്ഞതുമായ ഒരു ഫുഡാണ്. ആൻറ്റി ഓക്സിഡൻറ്റും വൈറ്റമിൻ എയും ഉയർന്ന അളവിൽ പൊട്ടാസ്യവും എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. മുതിർന്നവരും കൊച്ചു കുട്ടികളുമെല്ലാം വളരെയധികം ഇഷ്ടത്തോടാണ് ഇത് കഴിക്കുന്നത്. മധുരക്കിഴങ്ങ് രണ്ട് രീതിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങുന്ന പോലെ വെള്ളത്തിനകത്തിട്ട് പുഴുങ്ങിയെടുക്കാം. പിന്നെ ആവിയിൽ വെച്ചും പുഴുങ്ങിയെടുക്കാവുന്നതാണ്. വെള്ളത്തിലിട്ട് പുഴുങ്ങുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വെള്ളമെല്ലാം ഇതിനകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ആവിയിൽ വെച്ച് നമ്മൾ പുഴുങ്ങിയെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. 1 കിലോ മധുരക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലവണ്ണം കഴുകി മണ്ണെല്ലാം കളഞ്ഞ് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കിഴങ്ങിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം 2 ഇഞ്ച് നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇങ്ങനെ എല്ലാ കിഴങ്ങും മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. അതിനായിട്ടൊരു അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി വന്ന അപ്പച്ചെമ്പിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ആവി കയറിയാൽ മതി, ഇത് വെന്ത് കിട്ടും. ഈ സമയം കൊണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ടൊരു ചമ്മന്തി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാൻ 2-3 എരിവുള്ള ഉണക്കമുളകും 2-3 കാശ്മീരി മുളകുമാണ് എടുത്തിരിക്കുന്നത്. ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുന്നത്. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടാകുമ്പോൾ മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേ ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കിയ ശേഷം കോരി മാറ്റാം. ഇതിലേക്ക് 10 കഷ്ണം ചുവന്നുള്ളിയും, ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് 10 ചേർത്തത്. വലുതാണെങ്കിൽ നിങ്ങളൊരു 5-6 ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഒത്തിരി ഫ്രൈ ആകണ്ട, നല്ലവണ്ണം വഴന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം വറുത്തെടുത്ത മുളക് മാത്രം ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. മുളകെല്ലാം ഇട്ട് കൊടുത്ത ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുളക് നല്ലവണ്ണം പൊടിഞ്ഞു പോകാതെ ചെറിയ തരുതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മുളകിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുക്കാത്തത് മുളക് പൊടിച്ചെടുക്കുമ്പോൾ ഉള്ളിയെല്ലാം അരഞ്ഞു പോകും, അതുകൊണ്ടാണ്. മുളക് പൊടിച്ചെടുത്ത ശേഷം ഉള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാതെ മിക്സി 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ. നല്ലവണ്ണം അരഞ്ഞു പോകാതെ ഈ രീതിയിൽ വേണം ചമ്മന്തി അരച്ചെടുക്കാൻ. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം മുളകും ഉള്ളിയും എല്ലാം വറുത്ത എണ്ണയുടെ ബാലൻസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അപ്പച്ചെമ്പൊന്ന് തുറന്ന് നോക്കാം. നല്ലവണ്ണം ആവി വന്ന് കിഴങ്ങെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം വെന്തോന്നെ ഒരു ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. നല്ലവണ്ണം വെന്ത് തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പച്ചെമ്പിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ആവിയിൽ വെച്ച് വേവിച്ചുകൊണ്ട് വെള്ളമൊന്നും കയറാതെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. സാധാരണയായി മധുരക്കിഴങ്ങ് കഴിക്കാനായിട്ട് കറികളുടെയൊന്നും ആവശ്യമില്ല. പക്ഷേ ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന മുളക് ചട്നിയിൽ മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. മധുരക്കിഴങ്ങിൻ്റെ ചെറിയൊരു മധുരവും മുളക് ചമ്മന്തിയുടെ എരിവും ഉപ്പും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഇനി മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് പുഴുങ്ങി ചട്നിയും കൂട്ടി കഴിച്ചു നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നാളെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.